ഹായ് ഫ്രണ്ട്സ്, ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഓൾ പർപ്പസ് ക്ലീനിങ് ലിക്വിഡാണ് തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഇങ്ങനൊരു ചാനലിനെ കുറിച്ച് പറയുക. ക്ലീനിങ് സൊല്യൂഷൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് പറയാം. 2 കപ്പ് വെള്ളം, അതേപോലെ 1/2 കപ്പ് വിനാഗിരി, 4 ഡ്രോപ്പ് പുൽത്തൈലം. പിന്നെ നമുക്ക് വേണ്ടത് ഇത് ഒഴിച്ചു വെക്കാനായിട്ട് ഒരു സ്പ്രേ ബോട്ടിലാണ് വേണ്ടത്. വിനാഗിരി അഥവാ ചൊറുക്ക, അതും വെള്ളവും നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് കിട്ടുന്നത് തന്നെയാണല്ലേ. പിന്നെ വേണ്ടത് പുൽത്തൈലമാണ്. പുൽത്തൈലം പല നിറങ്ങളിൽ കിട്ടും, അതുകൊണ്ട് ഈ കളറിലല്ല നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് കരുതി വിഷമിക്കേണ്ട. നമുക്കിത് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ ആയുർവേദ ഷോപ്പുകളിൽ നിന്നോ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. സോപ്പുകളും അല്ലെങ്കിൽ സോപ്പ് പൗഡറും ഒക്കെ നിർമ്മിക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന കെമിക്കൽ ഷോപ്പുകളില്ലേ, അവിടെ നിന്നാണ് ഞാനിത് വാങ്ങിയത്. ഈ ബോട്ടിൽ എഴുതിയിരിക്കുന്നത് 2.5 ലിറ്റർ വെള്ളത്തിൽ നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിക്കാമെന്നുള്ളതാണ്. അതായത് ഫ്ലോറൊക്കെ തുടയ്ക്കാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അങ്ങനെ തുടച്ചു കഴിഞ്ഞാൽ പുൽത്തൈലത്തിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്ന ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ സാന്നിധ്യം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും നമ്മുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ കുട്ടികൾക്കൊക്കെ അലർജിയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറി വായു ശുദ്ധമാക്കാനായിട്ടും പുൽത്തൈലം ഗുണം ചെയ്യും. പുൽത്തൈലത്തിലെ എസെൻഷ്യൽ ഓയിൽസിൽ ആൻറ്റി വൈറൽ, ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ചരുവത്തിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് വിനാഗിരി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പുൽത്തൈലമാണ്. പുൽത്തൈലം ഇതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ കുപ്പിയിൽ ഒഴിച്ച ശേഷം ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുത്താലും മതി. ഓരോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴും ഒന്ന് ഷെയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ വീട്ടിൽ നേരത്തെ വാങ്ങിയിട്ടുള്ള ഏതെങ്കിലും ക്ലീനിങ് സൊല്യൂഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാങ്ങിയ ഒഴിഞ്ഞ സ്പ്രേ ബോട്ടിൽ പോലുള്ള ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് എടുത്തിട്ട് അതിൽ ഈ സൊല്യൂഷൻ ഒഴിച്ചു വെച്ചാൽ മതി. കിച്ചൺ സ്ലാബൊക്കെ ദിവസവും നമ്മൾ ക്ലീൻ ചെയ്യുന്നവരാണ്. നമ്മൾ അങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാം. നമ്മുടെ ഈ ക്ലീനിങ് ലിക്വിഡ് സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്ത ശേഷം നമുക്ക് തുടച്ച് കളഞ്ഞു കഴിഞ്ഞാൽ സ്ലാബൊക്കെ നന്നായിട്ട് ക്ലീനായിട്ടിരിക്കും. അതുപോലെ നല്ലൊരു ഫ്രഷ് ഫീല് തോന്നും. ഉറുമ്പ് പോലുള്ള കാര്യങ്ങളൊന്നും വരാതെ ഇരിക്കും. രാത്രി ഡെയിലി ഇതുപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കിടക്കാൻ പോയി കഴിഞ്ഞാൽ രാവിലെ ഉണർന്നു വരുമ്പോൾ നല്ല ഒരു ഫ്രഷ് ഫീലും നല്ലൊരു സുഗന്ധവും ഒക്കെ നമ്മുടെ അടുക്കളയിലുണ്ടാകും. അല്ലെങ്കിലാണ് ബാഡ് സ്മെല്ലൊക്കെ വരുന്നത്. ടേബിളൊക്കെ ഡെയിലി ക്ലീൻ ചെയ്യാനും നമുക്ക് ഈ ഒരു ഹോം മെയ്ഡ് സൊല്യൂഷൻ ഉപയോഗിക്കാം. അതുപോലെ നമ്മുടെ ഫ്ലോറൊക്കെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസോ എന്തെങ്കിലുമൊക്കെ വീണ് കറ പോലെയൊക്കെ പാടുകളൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ ഉടനെ അത് തുടച്ചു മാറ്റിയ ശേഷം ഈ ഒരു ലിക്വിഡ് സ്പ്രേ നമ്മൾ ഉപയോഗിച്ചൊന്ന് തുടച്ച് മാറ്റുക കൂടി ചെയ്താൽ പാടൊക്കെ വരുന്നത് തടയാനും സാധിക്കും. ഇനിയും ഇതുപോലെ ചെറിയ ചെറിയ ഒരുപാട് യൂസുകളുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഓൾ പർപ്പസ് ക്ലീനർ തയ്യാറാക്കി വയ്ക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും തീർച്ചയായും ഇത് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.